ഹരേ കൃഷ്ണ. ജൂലൈ 2025 മാസത്തിലെ മിഥുനൻ രാശിയുടെ വിശദമായ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? എത്രമാത്രം സുഖം, സാമ്പത്തിക നേട്ടം, ദാമ്പത്യത്തിൽ അനുകൂലതയോ വെല്ലുവിളികളോ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ എൻഡ് വരെ കാണുക. വീഡിയോയുടെ അവസാനം ഉപായങ്ങളും പിന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഷോർട്സ് വീഡിയോ കാണുന്നവരെ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി അത് കാണുക. മിഥുനം രാശിക്കാർക്ക് 1-ാം ഹൗസിൽ സൂര്യനും വ്യാഴവും, 2-ാം ഹൗസിൽ ബുധൻ, 3-ാം ഹൗസിൽ ചൊവ്വ കേതു, 9-ാമത്തെ ഹൗസിൽ രാഹു, 10-ാമത്തെ ഹൗസിൽ ശനി, 12-ാമത്തെ ഹൗസിൽ ശുക്രൻ എന്നിവയാണ്. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യം നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഹൗസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഹൗസിലെ സ്വാമിയായ ബുധൻ 2-ാമത്തെ ഹൗസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരോഗ്യപരമായി നോക്കിയാൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഒരു റിക്കവറി ടൈം എന്നൊക്കെ പറയാം. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസമാണ് ജൂലൈയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുക. എഡ്യൂക്കേഷൻ നോക്കുന്നത് 5th ഹൗസാണ്. 5th ഹൗസിൻ്റെ സ്വാമിയായ ശുക്രൻ 12-ാമത്തെ ഹൗസിലാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയം തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ വിദേശ പഠനത്തിനൊക്കെ പോകുന്നവർക്ക് നല്ല ഒരു സമയം. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മാറി നിന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവർക്കും ഉള്ള നല്ലൊരു സമയം തന്നെയാണ്. നിങ്ങളുടെ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ലാഭഭാവത്ത് തന്നെയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമായിരിക്കും ജൂലൈ മാസം. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തിയും പഠനത്തിലുള്ള ഉത്സാഹവും വർദ്ധിക്കുന്നതിന് ഈ മാസം സഹായിക്കുന്നു. പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിനും പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിനും നല്ല ഒരു സമയം തന്നെയാണ്. അടുത്തത് ലവ് റിലേഷൻ, അത് 5-ാമത്തെ ഹൗസാണ് നോക്കുന്നത്. ശുക്രൻ 5-ാമത്തെ ഹൗസിൻ്റെ സ്വാമി ശുക്രൻ 12-ാം ഹൗസിലാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ലവ് റിലേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും. ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിലവിൽ ഉള്ളവരായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് മാറി ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ തന്നെ ഈ മാസം നടക്കാനാണ് സാധ്യത. വളരെ നല്ല ഒരു എനർജി തന്നെ ഉണ്ടാകും നിങ്ങളിൽ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് തുടങ്ങുന്നതിനും ഉള്ള ഒരു നല്ല സമയമാണ് ജൂലൈ മാസം. അടുത്തത് ദാമ്പത്യം 7-ാം ഹൗസാണ്. അപ്പോൾ 7-ാം ഹൗസിൻ്റെ സ്വാമിയായ വ്യാഴം 1-ാം ഹൗസിലാണ് ഇരിക്കുന്നത്. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7th ഹൗസിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയമായിരിക്കും. അതുകൂടാതെ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ മാരീഡ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നവർ ആയിരുന്നെങ്കിൽ ഈ സമയം അതെല്ലാം ഒന്ന് മാറി ഈ വർഷം ഇതെല്ലാം ഒന്ന് മാറുന്നതായിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ശാരീരികമായോ മാനസികമായോ അതുമല്ല ജോലി സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ അതെല്ലാം മാറി ഈ വർഷം നിങ്ങൾക്ക് അത് നല്ലൊരു രീതിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷനായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വ്യാഴം നിങ്ങളുടെ 1-ാം ഹൗസിലാണ്. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ാം ഹൗസിൽ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല വിധത്തിൽ നടന്നു പോകും. അപ്പോൾ ഈ വർഷം വ്യാഴം 1-ാം ഹൗസിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ നെഗറ്റിവിറ്റി എല്ലാം ഒന്ന് മാറി ഒരു പോസിറ്റീവ് വൈബ്സ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സാധ്യത ഉണ്ട്. ലക്ക്, നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയെന്ന് നോക്കാം. 9-ാം ഹൗസാണ് ഭാഗ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ 9-ാം ഹൗസിൽ ഉള്ളത് ഇപ്പോൾ രാഹുവാണ്. രാഹു 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു ഇപ്പോൾ നിങ്ങളുടെ 9-ാമത്തെ ഹൗസിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുറച്ച് തടസ്സങ്ങൾ ഒക്കെ വന്നേക്കാം. പക്ഷേ ശനിയുടെ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തടസ്സങ്ങളെല്ലാം മാറി എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. പക്ഷെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പോകണ്ട. എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാം നല്ലതായിട്ട് തന്നെ വരും. നിങ്ങളുടെ ജോലി, കരിയർ ഒക്കെ നോക്കാം. 10-ാമത്തെ ഹൗസാണ് നോക്കുന്നത്. അപ്പോൾ 10-ാമത്തെ ഹൗസിലെ സ്വാമി വ്യാഴം 1-ാം ഹൗസിൽ ആയതുകൊണ്ട് നേരത്തെ നിങ്ങളിൽ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അതൊക്കെ മാറി ചെയ്യുന്ന ജോലിയിൽ വളരെ നല്ല ഒരു താല്പര്യത്തോടു കൂടി ചെയ്യുന്നതിനും
പക്ഷേ അത് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു സംതൃപ്തി കിട്ടുന്നതിനുമൊക്കെ ഉള്ള ഒരു സമയമാണ്. നേരത്തെ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതെല്ലാം മാറുന്നതിനും ഒക്കെ ഈ മാസം നിങ്ങൾക്ക് ഈ വർഷം നല്ലതായിരിക്കും. എല്ലാ നെഗറ്റിവിറ്റിയും ഒക്കെ മാറി ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു റിലാക്സേഷനും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശനിയോ ഏഴര ശനിയോ ഒന്നുമില്ല. ശനിദേവൻ്റെ പൂർണ്ണ ഒരു അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുമാണ്. ശനിദേവ് 10ാമത്തെ ഹൗസിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയം തന്നെയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഈ മാസം കാണുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഈ ഉപായം എന്താണെന്ന് നോക്കാം. ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. സൂര്യദേവന് ജല അർപ്പണം ചെയ്യുക. പിന്നെ സമയം ഉള്ളവരാണെങ്കിൽ ബുധൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി വാസ്തു ടിപ്പ്. നിങ്ങളുടെ വീടിൻ്റെ പൂജാ റൂം കറക്റ്റായിട്ട് ഏത് ദിശയിലാണ് വരേണ്ടത്? അതെ, വടക്ക് കിഴക്ക് ദിശ, അതാണ് ഈശാനകോൺ. അവിടെയാണ് നിങ്ങളുടെ പൂജാ റൂം വരേണ്ടത്. ഇപ്പോൾ അന്യ മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്കും ആ സ്ഥലം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതിന് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് കോർണർ. അതാണ് വാസ്തുപുരുഷൻ്റെ തല ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇരുന്നാണ് നിങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യേണ്ടത്. അതിനുള്ള ഫലം നിങ്ങൾക്ക് ഇരട്ടിയായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈശാനകോൺ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ പ്രാർത്ഥന ഒക്കെ ചെയ്യേണ്ടത്. ആ സ്ഥലം എപ്പോഴും നിങ്ങൾ ക്ലീനായിട്ട് വൃത്തിയായിട്ട് വെച്ചിരിക്കണം. ഒരു കാരണവശാലും അവിടെ നിങ്ങൾ വേസ്റ്റ് ഒന്നും ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും ആ സ്ഥലം ക്ലീനാക്കി വെക്കുക. എവിടെയാണെന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് കോർണർ. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.